ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഡോക്ടർ ബിലാൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ച് നമ്മുടെ ഇവിടെ നിന്ന് വളരെ അടുത്ത് കാടാമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ബിലാൽ സർ ഡോക്ടർ. വിശക്കുന്നുണ്ടെന്ന് അറിയാം, എന്നാലും ഈ സ്റ്റോറി കേട്ടാൽ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കും. യെസ്, ഓവർ ടു യു ബിലാൽ. ഞാനിപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായി തോന്നുമെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയ ആളാണ് ഞാൻ. ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ്, കറക്റ്റ് പറഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ്സിൽ 4 A+ മാത്രം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ 4 A+. ഞാൻ പഠിച്ചത് മാറാക്കര VVM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ്. എൻ്റെ ഉപ്പ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഭയങ്കര മാനസിക രോഗമുള്ള ആളാണ്. അതിന് മരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. എൻ്റെ ഉമ്മ ഈ വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ നോക്കിയത്. ഞാനും 3 സിസ്റ്റേഴ്സും മാത്രമുള്ളൊരു ഫാമിലി ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈവൻ ഞാൻ MBBS ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പോലും എൻ്റെ ഉമ്മ ഹോട്ടലിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 10ാം ക്ലാസ്സിൽ 4 A+ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നുകിൽ ഡോക്ടർ ആവുക അല്ലെങ്കിൽ വേറെ ഒന്നും ആവണ്ട എന്നുള്ളതായിരുന്നു. ഡോക്ടറായാൽ മതി, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തായാലും എനിക്കറിയില്ല, എനിക്ക് ഡോക്ടറായ മതി അല്ലെങ്കിൽ ഒന്നും ആവണ്ട. അപ്പോൾ നമ്മളൊരു റിയലൈസേഷനിലേക്ക് എത്തുന്ന 10 എത്തുമ്പോഴാണല്ലോ നമുക്ക് എന്തായാലും സാധ്യതയില്ല, നമ്മളെ കൂടെ പറ്റില്ല, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു റിയലൈസേഷനിലേക്ക് എത്തി. ഞാൻ 6ാം ക്ലാസ് മുതൽ പഠിച്ചത് ഓർഫനേജിലായിരുന്നു. കാരണം വീട്ടിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർഫനേജ് കൊണ്ടാക്കിയതാണ്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാനൊരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ കറക്റ്റ് ഓർക്കുന്നൊരു കാര്യം പറയാം. ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെയാണ് കിടന്നിരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ പെട്ടെന്ന് എങ്ങനെയോ എണീറ്റു. അപ്പോൾ എൻ്റെ ഉമ്മ എണീറ്റിരുന്ന് കരയുകയാണ്. ഉമ്മ എണീറ്റിരുന്ന് കറക്റ്റ് കരയുക. രാവിലെ 5 മണി സമയമായിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണ്, എല്ല് തേയ്മാനം എന്ന് പറഞ്ഞ രോഗമുള്ള ആളാണ്. ഈ എല്ല് തേയ്മാനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. എണീറ്റ് കഴിഞ്ഞാൽ ആ പെയിനുള്ള കാല് വെച്ചിട്ട് കേൾക്കണം നിങ്ങൾ, ഒരു തോർത്തും കൊണ്ട് കാലിലിങ്ങനെ വരിഞ്ഞ് കെട്ടിയിട്ട് ആ തോർത്തും കൊണ്ട് വെച്ച് ഏന്തി വലിച്ചിട്ടാണ് എൻ്റെ ഉമ്മ അവിടെ കാടാമ്പുഴ ജാർദിങ്ങിലുള്ള ഒരു പള്ളിയുടെ ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ രാവിലെ 5 മണിക്ക് പണിക്ക് പോകും. ഉമ്മ വൈകിട്ട് പണി കഴിഞ്ഞ് വരല 6 മണിക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ എപ്പോഴെങ്കിലും വരും. എന്തിനാണെന്നറിയോ, അവിടെ നിന്ന് കിട്ടുന്ന ഉമ്മക്ക് വല്ല തിന്നാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൊതിഞ്ഞ് നമുക്ക് കൊണ്ടു വെത്തരും. വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ടാവും, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കും. അപ്പോൾ ആ ഒരു സാധനം ഞാൻ ഓർഫനേജിലായതുകൊണ്ട് എന്നും ഇത് കാണലില്ല. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പഠിക്കൂല, ഇനി പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ +2 കഴിഞ്ഞ് പഠിപ്പ് നിർത്തണം, ജോലിക്ക് പോകണം എന്തെങ്കിലുമൊക്കെ എന്ന് കരുതിയ ആളാണ്. ഇവൻ 10th കഴിഞ്ഞതിന് ശേഷം ഞാൻ ജാർത്തിങ്ങൽ തന്നെയുള്ള കാടാമ്പുഴ തന്നെയുള്ള കൂൾ ബാറിൽ, ഹോട്ടലിൽ, പലചരക്ക് കടയിൽ, പിന്നെ സ്കൂളില്ലാത്ത എല്ലാ ദിവസവും വേറൊരു പെറ്റ് ഷോപ്പ് ക്ലീൻ ആക്കുന്ന പണി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തോന്നലുകൊണ്ട് ഞാൻ പഠിക്കാറില്ലായിരുന്നു. ഈവൻ +1 ഐ ഹാഡ് ഓൺലി 75% മാർക്ക് ഇൻ +1. ഇപ്പോൾ +1 എഴുതുന്ന ആൾക്കാർക്ക് 75 സ്കൂളിൻ്റെ വരാന്തയിൽ പോയിരുന്നാലും കിട്ടും. നമുക്ക് 90യുടെ മേലേക്ക് കയറാനാണ് പണി. അപ്പോൾ ജസ്റ്റ് എങ്ങനെയോ പാസ്സായതാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഷബാൻ, അവൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് കുറച്ച് ഉത്തരമൊക്കെ കാണിച്ചു തന്നു. അങ്ങനെയാണ് +1 പഠിക്കുന്നത്. പക്ഷേ +2 എത്തിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഏത് പോയിന്റിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും എന്താ പറയുക, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം +1 75% മാത്രമുള്ള ഞാൻ +2 എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ സഹായിക്കാൻ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി. ആ ഒരു മോട്ടിവേഷൻ വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. +2 ഞാൻ സ്കൂളിൽ പോകാൻ പറ്റിയില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട്. ബട്ട് +2 ഐ ഗോട്ട് ഓൾമോസ്റ്റ് 90% വിതൗട്ട് ഗോയിങ് സ്കൂൾ, ട്യൂഷൻ, നത്തിങ്. ഓക്കെ, പക്ഷേ ബിക്കോസ് ഞാൻ പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് ഞാൻ പോയത് ഞാൻ തന്നെ പണിയെടുത്തുണ്ടാക്കിയ ഒരു 10,000-20,000 രൂപ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ്. പക്ഷേ കുറച്ച് എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ കോച്ചിങ് സെൻറ്ററിലെ സാറ് എന്നെ ഫ്രീ ആയി പഠിപ്പിച്ചു. പക്ഷേ ഞാൻ പോകുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞത് നിനക്ക് കിട്ടൂല. കാരണം 10ാം ക്ലാസ് ഫുൾ A+ അല്ല, +2 98 to 99 ഉള്ളവന് കിട്ടാത്ത സാധനമാണ് MBBS അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഞാൻ പഠിച്ച കോച്ചിങ് സെൻറ്ററിലെ അവിടെ റിപ്പീറ്റേഴ്സ് ഭയങ്കര പെർസെൻറ്റേജ് മാർക്കുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ചത് കോഴിക്കോട് ഒരു സെൻറ്ററിലായിരുന്നു. അവിടുത്തെ എല്ലാ കുട്ടികളെയും കടത്തി വിട്ടിക്കൊണ്ട് എന്താ പറയുക, താങ്ക് ഗോഡ് 1ാമത്തെ പരീക്ഷ മുതൽ ഫസ്റ്റ് റാങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു ആ കോച്ചിങ് സെൻറ്ററിൽ. അതുകൊണ്ടുകൂടിയാണ് അവർ എനിക്ക് ഫ്രീ ആക്കി തന്നത്. ആൻഡ് ദെൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെൻ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നത്, ഞാനന്ന് എൻട്രൻസ് എക്സാം എനിക്ക് കോഴിക്കോട് കിണാശ്ശേരി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു. അന്ന് എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ തന്നെ അറിയാം നമ്മുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവുന്നത്. എനിക്ക് ഉറപ്പായി എന്തായാലും 50ന്റെ അടിയിൽ റാങ്ക് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മ ഒരു ഡോക്ടറുടെ മദറായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ അത്രയും എന്താ പറയുക എനിക്കിങ്ങനെ ഓർക്കാൻ പറ്റുന്നൊരു പോയിന്റാണ്. അപ്പോൾ അതിനുശേഷം എന്താ പറയുക MBBS അഡ്മിഷൻ കിട്ടിയ സമയത്ത് പോലും ഹോസ്റ്റലിൽ നിൽക്കാൻ പൈസ ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ ഹോസ്റ്റലിലല്ല താമസിച്ചത്, പൈസ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഉമ്മ ജോലിക്ക് പോകുമായിരുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ സംഭവം ഞാൻ എൻട്രൻസ് കോച്ചിങ് മേഖലയിലേക്ക് എത്തി. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ നേരത്തെ അജാസ്ക പറഞ്ഞതുപോലെ ഒരു മാസം ഒരു 50,000 രൂപ ആവറേജ് ഉണ്ടാക്കിയിരുന്നു. MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പണി തുടങ്ങിയ വീടാണ്. വീട് പണി തീർത്ത് കുഴപ്പമില്ലാത്തൊരു വീട് ഇൻ ബിറ്റ്വീൻ ഞാൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മിച്ചു. അപ്പോൾ എന്താ പറയുക, ഇന്ന് എൻ്റെ ഉമ്മാനെ ഏറ്റവും നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റും. എന്താ പറയുക, ഉമ്മ അന്ന് അനുഭവിച്ച എല്ലാത്തിനും എനിക്കിപ്പോൾ റിട്ടേൺ, ഉമ്മക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഞാൻ, ഉമ്മ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊടുക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ്, നമ്മുടെ പാസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് സമയം എക്സ്റ്റെൻഡ് ആയിരുന്നു, റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, എന്താണെന്നുള്ളതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ശരിക്കും അത്രയും വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ ഇന്നലത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലും, അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായിരുന്നു, വീട്ടിലെ സാമ്പത്തിക ഉപ്പാട് രോഗം, അങ്ങനെ പലരെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന വേറെ പലർക്കും കഴിഞ്ഞ കുറേ കാലം പഠിക്കാൻ പറ്റാതിരുന്നത് വേറെ പല റീസൺ കൊണ്ടായിരിക്കാം. നമുക്ക് പേഴ്സണലി പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ
ഫ്രം ദിസ് ഡേ, ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും, ഇന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലും, ഇഫ് യു ഹാവ് ദാറ്റ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ വിത്തിൻ യു, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതം ഒരു 8 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 9 വർഷമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ളവരുടെ ജീവിതത്തെക്കാൾ എത്രയോ മനോഹരമായ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു ജീവിതമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഏത് കോഴ്സിന് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എടാ നീ പോയി എന്തായി ഇപ്പോൾ വെറുതെ ഇല്ല അത് ഇതെന്ന് പറയും. പക്ഷെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര, ആളുകൾ അങ്ങനെയാണ്, ആളുകളെ മൈൻഡാക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യലിൽ വിശ്വസിക്കുക. എന്നെ ഒരു മനുഷ്യൻ പോലും എക്സെപ്റ്റ് വൺ ഓഫ് മൈ ഫ്രണ്ട്, ഒരു കരീമുക്ക എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഒഴികെ നോബഡി എന്നോട് കിട്ടൂല എന്ന് മാത്രം പറഞ്ഞു. കാരണം 10ാം ക്ലാസ് 4A+ എൻട്രൻസിന് പോവാണ്. ആൻഡ് മൈ റാങ്ക് വാസ് 38. 10ാം ക്ലാസ്സിൽ 4A+ 38 റാങ്കിലേക്ക് എത്തി നീറ്റിൽ. ഓക്കെ, ദ തിങ് ഈസ് ഇഫ് യു ആർ ഡിറ്റർമൈൻഡ്, നിങ്ങളുടെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, കീപ് ഇറ്റ് അപ്പ്. എൻ്റെ അനുഭവമാണ്, ഒന്നും ഇല്ലാത്തടത്തുനിന്ന് എൻ്റെ ഉമ്മ പണിക്ക് പോയിരുന്ന അതേ നാട്ടിൽ ഇന്ന് മാസം മിനിമം, എൻ്റെ സാലറി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സംഭവം എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതിൻ്റെ ഒരു 100 അല്ല ഒരു 500 ഇരട്ടി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഒരു 26 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. പൈസ മാത്രമല്ല, ഐ എം ഗെറ്റിംഗ് ദാറ്റ് റെസ്പെക്ട് ആൻഡ് പീസ് ഓഫ് മൈൻഡ്, എവറിത്തിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.